സോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഭിനാദാശം, നിങ്ങളുടെ ആരതി പൊടി. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഇന്ന് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടണമെന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്, എഫേർട്ട് കൊടുക്കുന്നതാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നതാണ്. ഇവിടെ പൊടിയുടെ രണ്ട് ഡിസൈനേഴ്സ് ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ജോഹയും ഒന്ന് രചനയും. ഓക്കെ, സോ അപ്പം വരും വ്ളോഗ്സിൽ അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. വാ, ഒന്ന് തലയടിച്ചിട്ടോ. ഓ, അവര് ലിപ്സ്റ്റിക് ഇട്ടില്ല. ഓക്കെ, ഇവരെല്ലാം സുന്ദരിമാരായിട്ട് മാത്രമേ ബ്ലോഗിൽ വരുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഫേ ലൂക്കേനെ പറ്റി കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ കഫേ ലൂക്കേനെ എന്താ പറയുക, ഒരു ഇന്റീരിയർ ഡിസൈനർ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പൊടീസിൽ വെച്ചിട്ട് അതിന്റെ ഒരു എന്താ പറയുക, ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പതിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പൊടി എന്തെങ്കിലുമൊക്കെ വാ തുറന്ന് മൊഴിയൂ. കഫേ ലൂക്കാന്ന് പറഞ്ഞാൽ അത് എന്റെ ഒരു ഐഡിയ ആയിരുന്നു, കഫേ എന്നുള്ളൊരു കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടിയാണ് അത് ആ ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് ഒരുമിച്ചിട്ടാണ് അത് കൊണ്ടുപോണത്. അപ്പോ പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഒരു ചാനൽ സത്യം പറഞ്ഞാൽ ലൈവ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോസ് ഇട്ട് ഡെയിലി വീഡിയോസ് ഇടാന്നുള്ള രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അത് നല്ല രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. ഒരുപാട് ചാനൽസ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ പോസിറ്റീവ് വൈബും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത്. നമുക്ക് എന്താ പറയുക, കോൺട്രവേഴ്സീസ് അങ്ങനെയുള്ള കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി കാണാൻ വേണ്ടി, നമ്മളെ കാണാൻ വേണ്ടി, നമ്മളെ സംസാരം കേൾക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ ഞങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഒരു കാര്യം കൂടെ. അപ്പൊ എന്റെ സർജറിയാണ് 22nd. അപ്പൊ ഞാൻ ഇന്ന് എന്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു, റിസൾട്ട് എല്ലാം വന്നു, എല്ലാം ഓക്കെ ആണ്. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും നോക്കാം. കാരണം ഞാൻ പറഞ്ഞില്ല, നേസൽ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എന്നാലും ആരതിപ്പൊടി ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്ക് എന്നെ ഒന്ന് കാണിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മോണിറ്റൈസേഷൻ ഓൺ ആയതിനു ശേഷം ഞാൻ ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ റോബിൻ ചേട്ടനാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ അത് ഇട് എന്ന് പറഞ്ഞിട്ട് റോബിൻ ചേട്ടനാണ് ഇപ്പൊ എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ഇട്ടത്. എനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് മെല്ലെ ഒന്ന് ഡിലേ ആക്കിയല്ല അതും. അപ്പൊ റോബിൻ ചേട്ടനാണ് എന്താക്കിയത്, ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഡെയിലി ചെയ്യാം, ഡെയിലി ചെയ്താലാണ് ഇങ്ങനെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, നമ്മള് ഒരു 24 hours അറ്റ്ലീസ്റ്റ് ഒരു 10-15 minutes, പിന്നെ അത് എഡിറ്റിംഗ് എല്ലാം കൂടി ചേർന്ന് ഒരു 10-20 മിനിറ്റത്തെ കാര്യമാണ്. അപ്പൊ അത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്ന് ഞാനാണിങ്ങനെ ആലോചിച്ചത്. സോ അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. പൊടീസ് വെച്ചിട്ടാണ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുക്കാൻ നമുക്കൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ അത്യാവശ്യം പിന്നെ ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞ കണക്ക് 1,00,000 വ്യൂസും 5,000 ലൈക്കും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ കണ്ടിന്യൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 1,00,000 കൂടുതൽ വ്യൂസ് പോയി. രണ്ടാമത്തെ വീഡിയോ 2,00,000 വ്യൂസ് പോയി. മൂന്നാമത്തെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തത് 1,00,000 പേര് കണ്ടു. അപ്പൊ ഇതും 1,00,000 പേര് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണം. എന്ത് പറ്റി, പൊടിക്ക് നല്ല രീതിയിൽ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയാ, ഡാർട്ടൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഡാർട്ട് പ്രൊമോട്ട് ചെയ്യരുത്, ഞാൻ കഴിക്കും, പക്ഷെ നിങ്ങൾ കഴിക്കരുത്. പൊടിയെ പല സ്ഥലത്തും ബാൻ ചെയ്തിട്ടുള്ള ടാബ്ലറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതെന്താണ്, ടൈഗർ ബാം ആണോ? ഓക്കെ, സോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് നമ്മളെ വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കമന്റ്സ് നോക്കാറുണ്ട്. പിന്നെ റിപ്ലൈ ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി ഗ്രാജുവലി നമ്മൾ ഈ ഒരു എന്താ പറയാ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി, കാരണം ഒരാൾക്ക് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യണം, മനസ്സിലായില്ല? കാരണം നിങ്ങൾ എല്ലാവരും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഒരാൾക്ക് റിപ്ലൈ ചെയ്തിട്ട് ഇനി അടുത്താൾക്ക് റിപ്ലൈ ചെയ്തില്ല എന്നുള്ളൊരു വിഷമം പലരും പറയുന്നുണ്ടായിരിക്കും. ഇന്നലത്തെ ഉമ്മ കൊടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെ, ഇന്നലത്തെ അത് എനിക്കറിഞ്ഞോളൂ അത് എന്തുകൊണ്ടാണ് വന്നിരുന്നത്. അത് ജസ്റ്റ് അതെന്താന്ന് വെച്ചാൽ എന്റെ അച്ഛനൊക്കെ വിളിച്ചിട്ട് വെക്കുമ്പോ ഞാൻ അച്ഛനോടൊക്കെ അച്ഛൻ ടാറ്റ ഉമ്മ എന്നൊക്കെ പറയാം. അത് കേട്ട് ചേട്ടൻ കോപ്പി അടിച്ചു. അല്ല, അങ്ങനെ കോപ്പി അടിച്ചൊന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് വന്നു പോയതാ. പിന്നെ ആൻമേരി ചേച്ചിക്ക് വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചേച്ചി ടാറ്റ ബൈ ബൈ ഉമ്മ എന്ന് അത് കണ്ടിട്ട് ചേട്ടൻ. അപ്പം എന്തേ, അല്ലല്ല, അത് ജസ്റ്റ് ഞാൻ പറയാം ഫ്ലോയിൽ വന്ന. ഇന്നിപ്പോ എന്ത് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഇന്ന് ലവ് യു എല്ലാ ദിവസവും ഞാൻ ഇനി ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ലവ് യു ഗൈസ് എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യാം. ഓക്കെ, അതാകുമ്പോഴത്തേക്ക് ഒരു എന്താ പറയാ, ഒരു രസം ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയാ, എന്തേ
പിന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രാജുവലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ സർജറി ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എന്താ ഫോളോ എന്നല്ല, ഞാൻ കാലറി ഡെഫിസിറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് ഓവറായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല. പിന്നെ എത്രയൊക്കെ വലിയ ഡോക്ടർ എന്ന് പറഞ്ഞാലും ചെറിയ രീതിയിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ സർജറി ആകുമ്പോൾ ഉണ്ടായിരിക്കും. പിന്നെ അല്ല, എന്റെ സ്കിന്ന് ഭയങ്കര ഹാർഡ് സ്കിന്നാണ്. അപ്പൊ അതിലിങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഇഞ്ചക്ഷൻ ഒക്കെ ചെറിയ രീതിയിൽ പേടി, അങ്ങനെ വലിയ പേടിയോ ബഹളമൊന്നുമില്ല. ഇയാള് ബഹളമൊക്കെ വെക്കാറുണ്ട്, കൂക്കുമിളിയൊക്കെ ഉണ്ട്. എന്തെങ്കിലും വീഡിയോസ് ഉണ്ട് കേട്ടാ, ഞാൻ പുറത്തു വിടും. അല്ല, ഇഞ്ചക്ഷൻ വെക്കുമ്പോഴത്തേക്ക് സാധാരണ പുള്ളിക്കാരി ഒരു നിലവിളിയും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. എന്തോന്ന് സംസാരിക്കും, വ്ളോഗിലാണ് ഇരിക്കുന്നത്, താങ്കളൊന്നും സംസാരിക്കാതെ എന്താ? അതായത് ഒരു ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കാണിക്കാം. അപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര സ്ട്രെസ്സാണ് നമുക്ക് ഒരു ദിവസം ഉള്ളതെന്ന്. ഇപ്പൊ ഇതാ ബ്രോഡ്വേയിൽ പോയിട്ട് ഫുള്ള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര തലവേദന. അതാണ് ഞാൻ ഇന്ന് അധികം സംസാരിക്കാത്ത. പിന്നെ ഈ കൊച്ചിയിൽ എന്ത് വിതച്ചാലും മുളയ്ക്കും എന്ന് പറയണ പോലെ ഈ ബിസിനസിന്റെ രീതിയിൽ നമ്മളിപ്പോ കൊച്ചിയിൽ എന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് എന്താവും, അത് അടിപൊളിയായിട്ട് വരുന്നതാണ് പറയാം. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സിന് പറ്റിയ ഒരു സെന്റർ എന്ന് പറയുന്ന കൊച്ചി തന്നെയാണ്. കാരണം ഇവിടെയാണ് എല്ലാം ഈസി ആയിട്ട് അവൈലബിൾ ആവുന്നതും പിന്നെ ഒരു എന്താ കൈൻഡ് ഓഫ് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി പോലെയാണല്ലോ. പിന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നോർത്ത് കേരളയിൽ നിന്നാണെങ്കിലും സൗത്ത് കേരളയിൽ നിന്നാണെങ്കിലും എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ എന്താ പറയാ, മുല്ലപ്പെരിയാർ ഒന്നും പൊട്ടാതിരുന്നാൽ മാത്രം മതി. അത് മാത്രമേ ഉള്ളൊരു ടെൻഷൻ. കാരണം ഇപ്പൊ എല്ലാവരും മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂവും കാര്യങ്ങളെല്ലാം വിട്ടു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കാരണം അടുത്ത ടോപ്പിക് വരുമ്പോഴത്തേക്ക് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാവരും മറന്നു പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ച് സംസാരിച്ചായിരുന്നു, മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂസ് സംസാരിച്ചായിരുന്നു. പിന്നെ അത് ആരും പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. പിന്നെ ഇത് വീഡിയോ കാണുന്നുള്ളവരാണെങ്കിലും ഇപ്പോഴും മുല്ലപ്പെരിയാറിന്റെ കാര്യം പറഞ്ഞ് എന്താ പറയാ കൺസേൺ ആണ്. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതിന്റെ ടോപ്പിക്സ് വരുന്നില്ല. പിന്നെ വിദഗ്ധരുടെ അതിനെ പറ്റിയുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് എന്തൊരു ന്യൂസ് റീസെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്കാം, പൊട്ടാതിരിക്കട്ടെ അല്ലേ. എന്തേ മഴ പെയ്ത സമയത്ത് റോബിൻ ചേട്ടൻ ട്രിവാൻഡ്രത്തേക്ക് മുങ്ങിണ്ടായിരുന്നു. അപ്പളേ എനിക്ക് ഡൗട്ട് അടിച്ചു. അല്ലല്ല, ഞാൻ മുല്ലപ്പെരിയാർ പൊട്ടോന്ന് പറഞ്ഞ് പോയതല്ല. അത് ജസ്റ്റ് പോയതാ. അപ്പം കാരണം ട്രിവാൻഡ്രത്ത് മുല്ലപ്പെരിയാർ വരൂലെന്നാണ് നിന്റെ വിചാരം. ഇത് ഈ വെള്ളം എല്ലാം കൂടെ കടലിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഒരു സുനാമി പോലെയാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു വരുന്നത്. അത് എവിടെ വേണമെങ്കിലും അഫക്ട് ചെയ്യാം, മനസ്സിലായി, ആർക്ക് വേണമെങ്കിലും അഫക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെ കൊച്ചു വർത്തമാനം സംസാരങ്ങൾ. ഇനി നെക്സ്റ്റ് എപ്പിസോഡുകളില് എനിക്കിങ്ങനെ ഗെയിം ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ ബലൂൺ പൊട്ടിക്കാൻ. അതെ, വീഡിയോ ചെയ്യുമ്പോൾ ഗെയിം കളിക്കാൻ റോബിൻ ചേട്ടൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ അല്ല, എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് നിങ്ങൾ ഇപ്പൊ എന്നെ 24/7 ബിഗ് ബോസിൽ കണ്ട ഒരുപാട് പേരുണ്ട്, മനസ്സിലായില്ല. അപ്പൊ അവർക്ക് അതിൽ കുറച്ച് പേരെങ്കിലും, വളരെ കുറച്ച് പേരെങ്കിലും, ഒരു 2-3 പേരെങ്കിലും എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ, നമ്മളെ സംസാരം, നമ്മളെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്വിയസ്ലി ഇന്നിപ്പം നമ്മൾ വീഡിയോ ഇടാനായിട്ട് ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. ഇന്നിപ്പോ ഇവരിന്ന് വീഡിയോ ഇടില്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ ഇത് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നതായിരിക്കും. ഉടനെ പോയി തന്നെ ഇത് കണ്ടോണം. അതെ, ഗെയിം കളിക്കുകയാണെങ്കിലും ചേട്ടൻ തന്നെയാണല്ലോ. അല്ല, എന്താണ് ഗെയിം കളിക്കേണ്ടത് താങ്കൾക്ക്? എനിക്ക് ഗെയിം കളിക്കേണ്ടത് പറഞ്ഞോ, അതായത് ഇങ്ങനെ ബലൂൺ പൊട്ടിക്കണത്, അതുപോലെ അങ്ങനത്തെ അല്ല. അതായത് യൂട്യൂബിൽ തന്നെ കുറെ ആൾക്കാർ ചെയ്യണ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഗെയിം സെക്ഷൻസ് ഒക്കെ ഇങ്ങനെ കാലില് നമ്മളിപ്പം ഓരോ പടിയായിട്ട് വെക്കുന്നല്ലേ ഉള്ളൂ. 2-3 വീഡിയോ, ഇത് 4ാമത്തെ വീഡിയോയിലേ ആവുന്നുള്ളൂ. ഇനി ഗ്രാജുവലി നമുക്ക് ബലൂൺ പൊട്ടിക്കാം. എല്ലാ ദിവസവും നിനക്ക് വേണ്ടി ഓരോ ബലൂൺ കൊണ്ടുവച്ച് പൊട്ടിച്ചോണ്ടിരിക്കാം. ഗെയിംസ് ഉണ്ട് കുറെ ഗെയിം, അതായത് എന്റർടൈനിങ്. ഓക്കെ, നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആരതി പോയി ഓരോ ദിവസം ഓരോ ഗെയിം കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, കൊണ്ടുവരൂലേ? ഇല്ല, ഇപ്പൊ വരില്ല. ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ഓക്കെ. ആരാണ്, ഏതാണ്? എന്റെ പൊടീന ഒരു ഈച്ച കുറച്ചു നേരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈച്ചര മുക്കമണ്ട അടിച്ചു പൊട്ടിയായിട്ട്. ചേട്ടന്റെ മൂക്കമണ്ട ഇപ്പൊ ശരിയാവും 22. ഓക്കെ, സോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. പിന്നെ എന്താ പറയാ, നമ്മുടെ ഡ്രസ് മാച്ച്. അതെ, ഇത് പറഞ്ഞിട്ടതല്ല കേട്ടോ. ഞാൻ പുള്ളിക്കാരി ഡ്രസ്സ് കണ്ടില്ലായിരുന്നു. ഞാനിത് ജസ്റ്റ് ഇട്ടുകൊണ്ട് വന്നപ്പോഴാണ് പുള്ളിക്കാരി ഇതിൽ ഈ കളർ ഉണ്ടെന്നുള്ളത് കണ്ടത്. പിന്നെ ഓപ്പറേഷന് ധൈര്യം തരാൻ വേണ്ടിട്ട് ഞാനാണ് കൂടെ നിക്കുന്നത്. ഞാനല്ലെല്ലാം നോക്കിട്ട് അവിടെ എല്ലാം സെറ്റ് ആക്കാൻ വേണ്ടി നിക്കുന്നത്. അല്ല, ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കയറുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. അവിടെ വന്ന് ബോധം കെട്ട് വീഴരുത്. ബ്ലഡ് കണ്ട പേടി ചെറുതായിട്ട് തലറിയുന്ന ആളാണ്. അവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ട് ടെൻഷൻ അടിച്ച് ഇനി ബോധം കെട്ട് വീഴോ? ഇല്ലല്ലോ, വീഴോ? വീഴോ? ഇല്ലില്ല, എനിക്ക് അങ്ങനെ പേടിയില്ല. റോബിൻ ചേട്ടനാണ് ഏറ്റവും പേടി. അല്ല, പേടിയുണ്ടോ? ഒബ്വിയസ്ലി സർജറി എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കാതെ ഇരിക്കാൻ വേണ്ടി ഇത് വലിയ കാര്യമൊന്നും അല്ലല്ലോ. എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമല്ലല്ലോ. പിന്നെ ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ ഓരോ നമ്മൾ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ ഒരു ബെറ്റർ ഒരു ഇതിനു വേണ്ടിയാണെന്നുള്ളതൊന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്.
മൂക്കിന്റെ സർജറിയുടെ വീഡിയോ ഇടാതിരിക്കും ബെറ്റർ. കാരണം എന്താന്ന് വെച്ചാല് ചേട്ടന്റെ മൂക്കമ്മന്റെ ഡയലോഗ് വെച്ച് ട്രോൾ വരാൻ ചാൻസ് ഉണ്ട്. മൂക്കൊക്കെ ഇതുവരെ അവർക്ക് ആ ചിന്തയൊന്നുമില്ല. ഇപ്പൊ ഇവള് പറഞ്ഞതിന് ശേഷം എന്തായാലും ഇനിയിപ്പോ ആൾക്കാർ നീ ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കുകയാണല്ലേ. ഓക്കെ, സോ അപ്പം നമ്മുടെ ഈ കുട്ടി വ്ളോഗ് കുറച്ച് പേര് ഇങ്ങനെ കാണുന്നുണ്ടോ? ഇത് ആക്ച്വലി നീ കണ്ടോന്ന് അറിയത്തില്ല, ഒരുപാട് പേര് ഇത് വീഡിയോസ് എടുത്ത് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന്, അല്ലെങ്കിൽ എന്റെ കുറച്ച് സന്തോഷമായിട്ടുള്ള കാമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നല്ല പോസിറ്റീവ്നെസ് സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. റോബിൻചേട്ടന്റെ ഇടയില് നയൻതാരയുടെ ടോപ്പിക് ഒന്ന് സംസാരിക്കണം. അല്ല, എനിക്ക് നയൻതാരയുടെ ടോപ്പിക്ക് സംസാരിക്കണമെന്നുണ്ട്, നയൻതാരയുടെയും ധനുഷിന്റെയും ടോപ്പിക്ക് സംസാരിക്കണമെന്നുണ്ട്. അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ രണ്ടുപേരുടെ അഭിപ്രായം, നമ്മൾ പുള്ളിക്കാരി നയൻതാരയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ ധനുഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അതൊരു അതിപ്പോ ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഇപ്പൊ ഇവരൊക്കെ അവരുടെ ലൈഫിൽ എങ്ങനെയാണ് അതൊന്നുമല്ല, കറണ്ട് ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്നുള്ളത് മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞോളൂ. അപ്പൊ അത് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി, വേണമെങ്കിൽ നാളത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി നമ്മളൊന്ന് സംസാരിക്കാം. എന്ത് പറയുന്നു? ഇങ്ങനെയുള്ള ചില ടോപ്പിക്സ് എടുത്ത് വെച്ചിട്ട് നമ്മൾ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് നമുക്ക് പറയുന്നതിൽ എന്താ പ്രശ്നം? അതൊരു പ്രശ്നമില്ല. നിങ്ങൾ കേൾക്കത്തില്ലേ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ പാർവതി ബാബു നമ്മുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ ഇതുവരെയായിട്ട് എവിടെയും ഇപ്പോ എത്ര വർഷമായി, ഇപ്പൊ ഈ ഇത്രയും നാളായിട്ട് എവിടെ ഒറ്റയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഞാൻ റോബിൻചാന്റെ കൂടെയാണ് ആകെ അതോ 2-3 ഇന്റർവ്യൂ ആണ് ആകെ ഞാൻ ഇരുന്നിട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കണ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിന് ശേഷം പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ 2 സെക്ഷനാണ്. ഒന്ന് എന്റെ സിംഗിൾ ഇന്റർവ്യൂ, പിന്നെ ഒന്ന് ഫാമിലി എല്ലാവരും കൂടെ ആയിട്ടുള്ള ഇന്റർവ്യൂ. അത് വരുന്നുണ്ട്, അപ്പൊ അതെല്ലാരും കാണാം. അത് ആ ഇന്റർവ്യൂ എടുത്തിട്ട് ഇപ്പൊ 2 ആഴ്ച. പാർവതി എന്തായിരുന്നു പേര്? പാർവതി ബാബു അതൊന്ന് എയർ ചെയ്യൂ പ്ലീസ്. ഇടും. അപ്പൊ അതില് ഞാൻ കൊറേ കാര്യങ്ങളൊക്കെ സംസാരിക്കണം വിചാരിച്ചു. പക്ഷെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് ആ ഇന്റർവ്യൂ കാണട്ടെ, അതിനെ പറ്റി ഇപ്പൊ പറയാതെ. ഓക്കെ, അപ്പൊ അത്രയും കുറച്ചു നേരം കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയും കേട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ളത് നിങ്ങൾ അടുത്ത വ്ളോഗിൽ കണ്ടാൽ മതി അല്ലേ? അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് കീപ് സ്മൈലിംഗ്. ലവ് യു ഗൈസ്.